ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൽ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. സകലവും അവിടുത്തെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവൻ്റെ സന്നിധിയിലാണ്. സത്യവചനം യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജ വരാത്ത വേലക്കാരനായി നിന്നെ തന്നെ ദൈവത്തിന് കൊള്ളാകുന്നവനായിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് ജൂൺ മാസം 29-ാം തീയതി ക്രിസ്തു വർഷം 2026. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന പുതു അവസരങ്ങൾക്കായി ഞാൻ വ്യക്തിപരമായി ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിന് അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാകാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധനാത്മാവിനാൽ എഴുതപ്പെട്ട ഈ വചനം അത് പരിശുദ്ധാത്മാവിനെ നമുക്ക് വിഭാഗിച്ച് നൽകേണ്ടിയിരിക്കുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അതിൻ്റെ ഫലങ്ങൾ, ഈ എഴുത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് വിശ്വാസമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മുടെ ക്ലാസ് ഇന്ന് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്ര വലിയ രക്ഷ അത് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അത് ഞങ്ങൾക്ക് നിർണയിച്ച് തന്നതാണ്. അത് ഞങ്ങൾക്ക് കേൾക്കുവാനും അത് വിശ്വസിക്കുവാനും ദൈവകൃപയിലേക്ക് പ്രവേശിക്കുവാനും അത് ഞങ്ങളെ സഹായിക്കണമേ. ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു. ഈ ദുഷ്ടലോകത്തിൽ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചു വരുന്ന വേദഭാഗം എബ്രായ ലേഖനം തന്നെയാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. കാരണം നാം വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ നമ്മൾ 2 ധ്രുവങ്ങളിലെ വെളിപ്പാടുകൾ ലഭിച്ചവരാണ്. ഒന്ന് ആദ്യങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 6-ാം ദിവസം മനുഷ്യ സ്വന്തം സാദൃശ്യം സൃഷ്ടിച്ചു. അവനിൽ നിന്നും ഭാര്യ ഹവ്വയെ സൃഷ്ടിച്ചു. അതിനുശേഷം പാപം ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ അവസാന ഭാഗത്ത് നാം കാണുമ്പോൾ, അവസാനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നാം കാണുമ്പോൾ, എബ്രായ ലേഖനത്തിലെ ചില അവസാനങ്ങളെക്കുറിച്ചൊക്കെ നാം പഠിച്ചതാണ്. അവസാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ പാപം നിമിത്തം ഈ മനുഷ്യനും ഈ പ്രപഞ്ചത്തിനും ഈ സൃഷ്ടിക്കും വന്ന പ്രശ്നങ്ങളെ ദൈവം പൂർണ്ണമായിട്ട് അത് നിത്യമായിട്ട് അതിനെ വേർപെടുത്താൻ പോവുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, അതിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നിത്യജീവനുള്ളവരായിട്ട് ദൈവത്തിൻ്റെ കൂടെ നിത്യകാലം വസിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 2 ധ്രുവങ്ങളിലുള്ള ഉപദേശങ്ങളുടെ മധ്യത്തിലുള്ള ഏറ്റവും
ഉപദേശം എന്നെ സംബന്ധിച്ചോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷയെ സംബന്ധിച്ചതായിരിക്കണം. അപ്പോൾ എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഇത്ര വലിയ രക്ഷയെക്കുറിച്ച് നമ്മളോട് പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവം സംസാരിച്ചു, തൻ്റെ പുത്രനോട് സംസാരിച്ചു, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലേ നമുക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് നമ്മൾ അവഗണിച്ചാൽ, അത് ഗണ്യമാക്കാതെ പോയാൽ നമ്മളെങ്ങനെ തെറ്റിയൊഴിയും? അതുമാത്രമല്ല, എബ്രായലേഖനം വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്യാഗം, നമ്മൾ വിശ്വസിച്ച് ഈ രക്ഷയിലേക്ക്, ഈ ദൈവത്തിനോടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കടന്ന് അവനോട് നിരപ്പ് പ്രാപിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ഈ വിശ്വാസത്യാഗം സംഭവിച്ചാൽ അത് വളരെ ആപൽക്കരമാണ്. അത് പാലാരിവട്ടം ബൈബിൾ ചർച്ചിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ നിത്യമായ രക്ഷ അത് കൃപയാൽ സൗജന്യമായി ലഭിക്കുന്നതാണ്. അത് യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും അവൻ്റെ കാൽവരി മരണത്തിലും ആശ്രയിച്ച് മാത്രമാണ്. അതിൽ മനുഷ്യന് യാതൊരു പങ്കുമില്ല. നമ്മുടെ പങ്ക് സൗജന്യമായി നമുക്ക് നൽകുന്നത്, സുവിശേഷം നമുക്ക് നൽകുമ്പോൾ അത് രണ്ടും കൈ നീട്ടി വാങ്ങുക എന്ന് മാത്രമാണ്. അതിനെ നമ്മൾ വിശ്വസിക്കുക എന്നാണ് പറയുക. അതാണ് വേദപുസ്തകം പറയുന്നത്. വിശ്വാസത്താൽ സ്വീകരിച്ച രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. കാരണം അത് ദൈവം ദാനമായി നൽകുന്നതാണ്, ദാനത്തിനെടുക്കാൻ പോകുന്നത്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം അത് എത്രയോ ദുഷ്കരമാണ്. കാരണം നമ്മൾ ഈ ദുഷ്ടലോകത്തിൽ പാപികളും പാപവും ദുഷ്ടതയും നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ സമ്മർദ്ദത്തിൻ്റെ കീഴിൽ നമുക്ക് വിശ്വാസത്യാഗം നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്ന് കാണാൻ കഴിയും. 5 ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഒത്തിരി കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മൾ വീണ് പോകുവാൻ അത് സാധ്യതയുണ്ട്. എന്നാൽ ഏറ്റവും ഉപരിയായിട്ട് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം സംസാരിച്ചു, ദൈവം രക്ഷത്തിൻ്റെ പുത്രനിൽ ഒരുക്കി, അത് നമുക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം തെളിവുകളോടുകൂടെ നൽകിയിരിക്കാൻ പരിശുദ്ധാത്മാവും പരിശുദ്ധ ദാനങ്ങളും വഴി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയി അതിനെ അവഗണിച്ചാൽ, അതിന് ഒരു വിലയില്ലാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ അതിലും ആപൽക്കരമാണ്. അത് നിത്യശിക്ഷാവിധിയിലേക്ക് കടക്കുമെന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ്. അപ്പോൾ എബ്രായ ലേഖനം നാം പഠിച്ചു വരുമ്പോൾ അതിൽ യേശു ക്രിസ്തുവിൻ്റെ മഹാത്മ്യമാണ്. അവൻ്റെ ഏക യാഗത്താൽ സകല മനുഷ്യർക്കും അത് പാപപരിഹാരത്തിനും നീതീകരണത്തിനും നിത്യജീവനും അത് കാരണമാണ്. അത് മനുഷ്യൻ്റെ ഗുണമല്ല, അത് യേശുക്രിസ്തുവിൻ്റെ ഗുണമാണ്. എന്നാൽ ഇതേ സംബന്ധിച്ചുള്ള റോമാലേഖനത്തിൽ നിന്നും ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിഗണിച്ചു വന്നത്. റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ ഗാംഭീര്യമുള്ള വേദശാസ്ത്രപരമായി അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില വിഷയങ്ങളാണ്. എങ്ങനെയാണ് പാപം ഈ ലോകത്തിലേക്ക് കടന്നത്, എങ്ങനെയാണ് മനുഷ്യരിലേക്ക് പാപം കടന്നത്, എങ്ങനെയാണ് മനുഷ്യർ പാപികളായി തീരുന്നത്, എങ്ങനെയാണ് നാം മരണത്തിന് വിധേയരായി തീർന്നത്, അതുമാത്രമല്ല എങ്ങനെ മരണം നമ്മളിൽ വാഴുന്നു. ഈ കാര്യങ്ങൾ അത് അടിസ്ഥാന ഉപദേശങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ നമുക്ക് റോമാലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞത് ആദാം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതിന് കർത്താവായ യേശു ക്രിസ്തു അതിന് പരിഹാരമാണ്. അതാണ് നാം കഴിഞ്ഞ ആഴ്ച അല്പമായി പരിശോധിച്ചത്. മനുഷ്യൻ വരുത്തി വെച്ച പ്രശ്നങ്ങളുടെ പരിഹാരകൻ മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തു. ഈ സ്ഥാനത്തേക്ക് വേറെ ആർക്കും അവകാശവുമില്ല. ആരെക്കുറിച്ചും വേദപുസ്തകം പറയുന്നില്ല. ആദാം ആദ്യത്തെ സൃഷ്ടി, രണ്ടാം മനുഷ്യനായ യേശു ക്രിസ്തു അവനിലെ പരിഹാരം. അല്ലാതെ മൂന്നാമതൊരു വ്യക്തി ഈ മനുഷ്യനും യേശു ക്രിസ്തുവിനും ഇടയിലില്ല. അത് നമുക്ക് വിശ്വസിക്കാം എന്നുള്ള ഒരു കാര്യം മാത്രം സംബന്ധിച്ചാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നാം
ഈ രണ്ട് വേദ പുസ്തകത്തിലെ പുസ്തകങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കും. ഇബ്രാഹിം ലേഖനവും റോമൻ ലേഖനവും വായിച്ചു നോക്കുമ്പോൾ ഒന്നിനോട് ഒന്ന് അത് നമ്മളെ കൂടുതൽ പഠിപ്പിക്കുന്ന, നമുക്ക് കൂടുതൽ വിശ്വാസവും കൂടുതൽ വിശ്വാസത്തിൽ ബലവും നൽകുന്ന ഉപദേശങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ഈ റോമലേഖനം 2-ാം അധ്യായത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ എബ്രായ ലേഖനത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ. നമ്മൾ വിശ്വാസം നമ്മൾ സൂക്ഷിക്കണം, രക്ഷ അത് ഗണ്യമാക്കണം, അത് നമ്മൾ അവഗണിക്കരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം. അത് നമ്മൾ രണ്ടാമതായിട്ട് വായിച്ചത്. ഒന്നാമതായിട്ട് വായിച്ചത് ഇത്ര വലിയ രക്ഷ ദൈവം മനുഷ്യന് വേണ്ടി ആദാമിൻ്റെ പാപത്തിന് പരിഹാരമായി ചെയ്ത യേശുക്രിസ്തുവിൽ, തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ അത് ആപൽക്കരമാണ്. നിത്യമായ നാശത്തിലേക്കും ശിക്ഷാവിധിയിലേക്കും പോകാൻ സാധ്യത ഉണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഹൃദയകാഠിന്യം, അത് എബ്രായ ലേഖനത്തിൽ പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് എബ്രായ ലേഖൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹൃദയത്തിൻ്റെ കാഠിന്യം, അതുപോലെ ദൈവത്തെ ശോധന ചെയ്യുക, അതുപോലെ നമ്മുടെ അവിശ്വാസം. നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ 5-ാം അധ്യായത്തിലാണ് എൻ്റെ ഓർമ്മ എങ്കിൽ, 16-ാം അധ്യായമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായവിധി എന്തുകൊണ്ട്? കാരണം വിശ്വസിക്കാകിയാൽ, എന്നിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മബോധ്യം വരുത്തുന്ന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിശ്വാസം എത്രയോ മാരകമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളായി തീരുക, അത് വിശ്വസിച്ച് തുടരുക എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. മൂന്നാമതായിട്ട് അതിൻ്റെ 5-ാം അധ്യായത്തിൽ കിടക്കുമ്പോൾ കേൾക്കാൻ മാന്യം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് അല്പം സംസാരിക്കുകയുണ്ടായി. മാന്യമുള്ള അതിൻ്റെ 5-ാം അധ്യായം നീതിയുടെ വചനത്തിലെ പരിചയമില്ലാത്തവർ. ഈ ദൈവത്തിൻ്റെ വചനം അത് വായിക്കാത്ത എത്രയോ ക്രൈസ്തവ നാമധേയ ക്രിസ്ത്യാനികളുണ്ട്. വായിക്കുന്നില്ല അത്. കാരണം അവർക്കത് നിഷിദ്ധമാണ്, വായിക്കരുത് എന്ന് അവരുടെ സഭ പഠിപ്പിക്കുകയാണ്. അത് പരിഭാഷപ്പെടുത്താനോ അതിനെ പരിശോധിക്കുവാനോ അതിനെ വ്യാഖ്യാനിക്കുവാനോ അവർക്ക് അനുവാദമില്ല. അത് പാപമായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പരിചയമില്ല, ദൈവത്തെ അറിയില്ല, ദൈവവചനത്തെ അറിയില്ല, ക്രിസ്തുവിനെ അറിയത്തില്ല, രക്ഷയെ അറിയത്തില്ല. അതുകൊണ്ടെല്ലാം അവർ അവഗണിച്ചുകൊണ്ട് അവരിഷ്ടം പോലെ ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഈ നീതിയുടെ വചനത്തിൻ്റെ പരിചയമില്ലാത്തവർ ദൈവവചനത്തിലേക്ക് കടക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ 4-ാമതായിട്ട് ഈ ജാഗ്രതാ നിർദ്ദേശ എബ്രായ ലേഖനത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുന്നത് ഭയാനകമാണ്. അതിൻ്റെ അതിനെക്കുറിച്ച് പറയുന്നത് ഈസ് എ കൺസ്യൂമിങ് ഫയർ എന്നാണ്. കത്തിക്കുന്ന തീയാണ് ദൈവം. പാപിയെ രക്ഷിക്കുന്ന, എന്നാൽ പാപത്തെ വെറുക്കുന്ന പാപികളെ നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത നിർദ്ദേശങ്ങൾ അത് ശ്രദ്ധിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ 5-ാമതായിട്ട് 12-ാം അധ്യായത്തിൻ്റെ 25-ാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. നിരസിക്കരുത്. നമ്മൾ ദൈവം സംസാരിച്ചു എങ്കിൽ, ഇബ്രാഹിമിലെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. ഗോഡ് സ്പോക്ക്, ദൈവം അരുളി ചെയ്തിട്ട്, പിന്നെ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിട്ട്. അതുകൊണ്ട് ദൈവം സംസാരിച്ചു എങ്കിൽ അത് എഴുതി സൂക്ഷിച്ച് രേഖപ്പെടുത്തി സൂക്ഷിച്ച് അതിൻ്റേതായ ശുദ്ധതയിൽ നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ, അത് നമുക്കിന്ന് വായിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ അത് ഗണ്യമാക്കണം. അതിനെ നിരസിച്ചാൽ അത് അപകടമാണ്, ആപൽക്കരമാണ്. നിത്യമായ അപകടത്തിലേക്ക് നാം ചെന്നെത്തുവാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ മഹത്വവും അവൻ്റെ ഏകയാഗത്താലുള്ള നിത്യരക്ഷയെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതേ കുറിച്ച് റോമലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് നമുക്ക് കൂടുതലത് ഗുണകരം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആദാം വരുത്തി വെച്ച പ്രശ്നങ്ങളിൽ ആദാമിനെ കുറിച്ച് 5-ാം അധ്യായത്തിൽ പറയുന്നത് നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ റോമലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടക്കാം. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് നാം പരിശോധിക്കാൻ പോകുന്നത്. അതിൽ
ആദാമിൻ്റെ പാപത്തെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആദാമിൻ്റെ ലംഘനം, 2 അനുസരണക്കേട്. One is transgression, another one is disobedience. അപ്പോൾ അതുകൊണ്ട് ഈ ആദാം പറ്റിയ ഈ പ്രശ്നം, അതിൻ്റെ മാരകമായ പ്രശ്നങ്ങൾ, നിത്യമായ പ്രശ്നങ്ങൾ, അത് ഏക മനുഷ്യനായ യേശു ക്രിസ്തു മുഖാന്തരം അതിന് പരിഹാരം വരുത്തിയിരിക്കുകയാണ്. അതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിലെ അതൊരു താരതമ്യ പഠനമാണ്. ആദാമിൽ നമുക്ക് എന്ത് സംഭവിച്ചു, യേശുവിൽ നമുക്ക് എന്ത് നേടാൻ കഴിയും? അത് യേശുക്രിസ്തുവിലെ വിശ്വാസം വഴിയാണ്. കാരണം യേശുക്രിസ്തു ചെയ്തപോലെ നമുക്ക് ആർക്കും ചെയ്യാൻ കഴിയുകയില്ല. നാം പാപികളായി ജനിച്ച് മരണം വാഴുന്ന, മരണം നമ്മൾ വസിക്കുന്ന, നമുക്ക് ശിക്ഷാവധിയുള്ള മനുഷ്യരാണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സാധിക്കുകയില്ല എന്ന് തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് ഇത്ര വലിയ രക്ഷ യേശുക്രിസ്തു ഒരുക്കിയത് നമ്മൾ അത് വിശ്വാസത്താൽ സ്വീകരിക്കണം, അത് വിശ്വസിക്കണം, ദൈവമക്കളായി തീരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആദാമിൻ്റെ പാപത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു, ഒന്ന് ലംഘനം, ഒന്ന് അനുസരണക്കേട്. ഈ ലംഘനം കൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ആദാമിൻ്റെ ലംഘനം, ട്രാൻസ്ഗ്രഷൻ, അവരെന്താണ് ട്രാൻസ്ഗ്രഷൻ എന്നുള്ളത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായമൊക്കെ വായിച്ചു കഴിയുമ്പോൾ ദൈവം എന്ത് അവരോട് കൽപ്പിച്ചു, ദൈവം എന്തിൽ നിന്ന് ആഗ്രഹിച്ചു, അതിനെ അവരെങ്ങനെയാണ് ലംഘിച്ചത്, ആ ലംഘനം അനുസരണക്കേടായിരുന്നു എന്ന് വേദപുസ്തകം പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആദാമിൻ്റെ ലംഘനം നിമിത്തം നമുക്കെന്ത് സംഭവിച്ചു? ആദാമിൻ്റെ പാപത്തിനുള്ള മരണം ഉണ്ടായി. ഏകമനുഷ്യനിൽ പാപവും പാപത്തിൽ മരണവും. അപ്പോൾ ഈ ലംഘനം കൊണ്ട്, അതാണ് പാപത്തെക്കുറിച്ച് പറയുന്നത്. പാപത്തിന് പല വശങ്ങളുണ്ട്. അതിന് 2 വശങ്ങളെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. 2 വശങ്ങൾ, ഒന്ന് ലംഘനം, ഒന്ന് അനുസരണക്കേട്. ലംഘനം നിമിത്തം ഒന്ന് 15-ാം വാക്യത്തിലെ മരണം, അതാണ് നമ്മൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെ അല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. അപ്പോൾ മരണമാണ് ഈ ലംഘനം കൊണ്ടുണ്ടായത്. എങ്കിൽ പിന്നെ യേശു ക്രിസ്തുവിൽ അതിൻ്റെ ഗുണം എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ലംഘനം നിമിത്തം വേറെ എന്ത് സംഭവിച്ചു? അതിൻ്റെ 17-ാം ഏകൻ്റെ ലംഘനത്തിൽ മരണം, ഏകൻ നിമിത്തം വാണു എങ്കിൽ മരണം വാണു. അതുകൊണ്ട് ഈ വാഴ്ചയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. 70 ഏരിയയിൽ 80, അത് ഇന്ന് പലരും 100 അതിനപ്പുറമൊക്കെ ജീവിക്കുന്നവരുണ്ട്. 213 14 റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറം ഈ മരണത്തെ ജയിക്കാൻ ഒരു മനുഷ്യനും ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നല്ലേ അത് സാധ്യമായ ഏക മനുഷ്യൻ കർത്താവ് യേശു ക്രിസ്തു മാത്രം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പം അതുകൊണ്ട് ഈ ലംഘനം എന്ന ആ വിഷയം അത് പാപമാണ്. അതുകൊണ്ട് നമുക്ക് മരണം, അതുമാത്രമല്ല മരണം, അത് 17-ാം വാക്യം അനുസരിച്ച് മരണം വാണു, റെയിൻഡ് എന്ന് എഴുതിയിരിക്കുന്നു. അവനാണ് നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കുഴിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഓരോ ദിവസവും ദൈവകൃപയാൽ നമ്മൾ തുടരുകയാണ് എന്നുള്ളത് നമ്മൾ ഓർപ്പിക്കുന്നത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ 17-ാം വാക്യത്തിൽ നമ്മൾ ലംഘനത്തിൻ്റെ കാര്യം, അത് വാണു, മരണം വാണു. അതുപോലെ തന്നെ ലംഘനത്തെക്കുറിച്ച് 17-ാം ആദാമിൻ്റെ പാപത്തിനുള്ള ശിക്ഷാവിധി, ആദാമിൻ്റെ പാപത്തിനുള്ള വിധി ശിക്ഷയ്ക്ക് കാരണമായി. ഈ ലംഘന നിമിത്തം ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായി, വിധി. ആ വിധി ശിക്ഷാവിധിയാണ്. ആ ശിക്ഷാവിധിയാണ് മരണം. അത് നമ്മൾ സൂക്ഷ്മമായിട്ട് ദിവസം പഠിക്കുമ്പോൾ ആത്മീയമായി മരിച്ചവരായിട്ട് ജനിക്കുന്നു, ഭൗതിക മരണത്തിൽ ചെന്ന് അകപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കണം എന്ന് വേദപുസ്തകം വീണ്ടും വീണ്ടും പറയുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ ജനനം.
ആത്മീയ മരിച്ചവർക്ക് ഒരു ജീവൻ ഉണ്ടാകുകയാണ്. എന്നാൽ ഭൗതിക മരണത്തെ സംബന്ധിച്ച് അത് പുനരുദ്ധാനത്തോടു കൂടി മാത്രമേ അത് മാറത്തുള്ളൂ. ഞാൻ എല്ലാം പുതുതാക്കുന്ന ദൈവം എല്ലാം പുതുതാക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെ ആദാമിൻ്റെ പാപം, ലംഘനം, അത് അപാരമായ പ്രശ്നങ്ങൾ മനുഷ്യവർഗത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദാമിൻ്റെ പാപത്തിനുള്ള വിധി അത് ശിക്ഷയ്ക്ക് കാരണമായി. വൈ ദർ ഇസ് എ ജഡ്ജ്മെൻറ്റ് ഓഫ് ഡെത്ത് അപ്പോൺ അസ്? അത് ആദാമിൻ്റെ പാപം നിമിത്തമാണ്. അതുമാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഇത് വായിക്കുമ്പോൾ ഈ മരണം ആദാം ചെയ്ത സമമായ പാപം ചെയ്യാത്തവരിലും ഈ മരണം കടന്നിരിക്കുകയാണ്. ഈ മരണം അവരിൽ വാഴുകയാണ്. ആ ശിക്ഷാവിധിയാകപ്പെട്ടിരിക്കുകയാണ്. എത്രയോ അത് ദൈവവചനം പറയുന്ന ഒരു വലിയ സത്യമാണത്. അതുകൊണ്ട് നമ്മുടെ ഈ ആദാമിൻ്റെ പാപമാണ് പ്രശ്നം. ആ പാപത്തിന്, ആ ലംഘനത്തിന് ഒരു പരിഹാരം അത് കർത്താവ് യേശു ക്രിസ്തു ചെയ്യുക. രണ്ടാമത് ഇതിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ അതുമാത്രമല്ല, എൻ്റെ 18-ാം വാക്യത്തിൽ ഈ ആദാമിൻ്റെ പാപം, ലംഘനം, ആ പാപത്തെക്കുറിച്ച് പറയുന്നത് ലംഘനം, ട്രാൻസ്ഗ്രഷനാണത്. ലംഘിച്ചു, അതിര് കടന്നു. തിന്നരുതെന്ന് പറഞ്ഞ ഖനി പറിച്ചു തിന്നു. അതാണ് ലംഘനം. അതേക്കുറിച്ച് പറയുന്നത് ഈ ആദാമിൻ്റെ പാപം കാരണം അത് സകല മനുഷ്യർക്കും ശിക്ഷാവിധിയായി. ആദാം ചെയ്ത പാപത്തിന് സകല മനുഷ്യരും, അവൻ്റെ മക്കളും മക്കളുടെ മക്കളും, എന്നെപ്പോലുള്ള ഞാനും എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും, അങ്ങനെ സകല മനുഷ്യർക്കും ശിക്ഷാവിധി. ഓഹോ, ഇത് അപാരമാണല്ലോ. അത് ആദാമിൻ്റെ പ്രശ്നം, ആദാമിൻ്റെ പാപം, ആദാമിൻ്റെ ലംഘനം, ആദാമിൻ്റെ അനുസരണക്കേട്, അതാണ് പ്രശ്നം. എന്നാൽ നല്ല വാർത്ത, സദ്വാർത്ത എന്ന് പറയുന്നത്, ഏകമനുഷ്യ യേശു ക്രിസ്തു മൂലം ഇതിനെല്ലാം പരിഹാരം വരുത്തി. അത് ദൈവകൃപയാൽ, കൃപാദാനമായിട്ട് അത് നമുക്ക് വേണ്ടി ചെയ്തത് കൊണ്ടാണ്. ഇത് വളരെ ഗാംഭീര്യമുള്ള ഒരു അധ്യായം തന്നെയാണ്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെ അതിൻ്റെ 19-ാം വാക്യത്തിൽ പിന്നെ പറയുന്നത്, 18-ാം വാക്യത്തിൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി. ആദാം ഏകൻ്റെ പാപം നിമിത്തം, ഏകൻ്റെ ലംഘനം നിമിത്തം. ഇനി പറയുന്നത് രണ്ടാമത്തെ തരം പാപം. പാപം തന്നെയാണ് അത്, അനുസരണക്കേടായാലും ലംഘനമായാലും. പിന്നെ വേറൊരു വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതിനെ പറയുന്നില്ല, റെബല്യനാണ്, ദൈവത്തോട് മറുതലിക്കുക. അതിനുള്ളൊരു വാക്യം കൂടി അത് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ഓഫ് സിന്നാണ് ലംഘനം, അനുസരണക്കേട്. ഏകൻ്റെ അനുസരണക്കേടിനാൽ എന്തു? ആദാമിൻ്റെ അനുസരണക്കേട് അനേകർ പാപികളായി തീർന്നു. അപ്പം നിങ്ങൾ ഞാനും പാപികളായി പാപം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ആദാമിൻ്റെ മക്കളായതുകൊണ്ടാണ്. ആ പാപം നമ്മളിലേക്കും, ആ പാപം മുഴുവൻ നമ്മൾ മരണം നമ്മൾ വാഴുന്നു, നമ്മൾ മരണവിധേയരായിട്ട് ജീവിക്കുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ജീവൻ ലഭിക്കേണ്ടത് ആവശ്യമാണ്. അത് ദൈവം കൃപയാൽ, ദൈവകൃപയാൽ തൻ്റെ പുത്രനിൽ ചെയ്ത കാര്യമാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ അതിൻ്റെ 19-ാം വാക്യത്തിൽ ആദാമിൻ്റെ അനുസരണക്കേട് മൂലം, അതിൻ്റെ 19-ാം വാക്യം ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. അപ്പം ആരുടെ അനുസരണമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? നമ്മുടെ അനുസരണമാണോ ആദാമിൻ്റെ അനുസരണം? അല്ല, ലംഘിച്ചു. അത് അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞു. ഇനി ആദാമിന് ചാൻസ് ഇല്ല. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരുവചനത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇത് വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. ഇത് എനിക്ക് വേണ്ടിയോ വേറെ ആർക്കോ വേണ്ടി ചെയ്യേണ്ട കാര്യമല്ല. അത് എന്നെ ഇത് പഠിക്കാനും പഠിപ്പിക്കുവാനുമായിട്ട് എന്നെ ഉത്സാഹിപ്പിക്കുന്നത്
ഇത് പഠിക്കുമ്പോൾ എനിക്ക് അത് ഉത്സാഹം തരുന്നു, എനിക്ക് എൻ്റെ രക്ഷയെ സംബന്ധിച്ച് കൂടുതൽ ഉറപ്പ് നൽകുന്നു. എൻ്റെ നിത്യതയെക്കുറിച്ചും എൻ്റെ പ്രത്യാശയെക്കുറിച്ചും എനിക്ക് ശക്തമായ ബലം ഉണ്ട്. കാരണം എന്താണ്? അത് പഠിക്കുന്നതുകൊണ്ട്. അത് നമ്മളൊരു വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ഞങ്ങളെല്ലാം സഹായികളാണ് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അത് വ്യക്തിപരമായിട്ട് അതിനൊരു താല്പര്യം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പാപം മരണത്താൽ വാണതുപോലെ. ആരുടെ പാപമാണത്? ആദാമിൻ്റെ പാപം, ആദാമിൻ്റെ ലംഘനം, ആദാമിൻ്റെ അനുസരണം വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അപ്പോൾ 2 തരത്തിലുള്ള വാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 2 തരത്തിലുള്ള റെയിനിങ്, ഭരണം. ഒന്ന് മരണം, 2 നിത്യജീവൻ. തീർച്ചയായിട്ടും നമ്മൾ നിത്യജീവനിലേക്ക് കടക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ കണ്ട് എന്നെ അയച്ചവൻ വിശ്വസിക്കുന്നു നിത്യജീവനുണ്ട്. അവൻ മരണത്തിൽ അകപ്പെടാതെ നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവൻ ന്യായവിധിയിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇത് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എത്രയോ അനുഗ്രഹീതമായ വാക്യങ്ങളാണ്. അപ്പം അങ്ങനെ 21-ാം വാക്യത്തിൽ ആദാമിൻ്റെ ലംഘനം, അനുസരണക്കേട് നിമിത്തം പാപം മരണത്തിൽ വാണു. അതാണ് നമ്മൾ വാഴുന്നത്. അതുകൊണ്ടാണ് കർത്താവ് നമ്മൾ യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ അത് എഴുതുക എന്തിനാണ്? നമ്മൾ വിശ്വസിച്ചിട്ട് നമുക്ക് ജീവനുണ്ടാകേണ്ടതിന്, സമൃദ്ധമായ ജീവനുണ്ടാകും, നിത്യജീവൻ ഉണ്ട് നമ്മൾ അറിയേണ്ടതിന്. അങ്ങനെ നമ്മൾ കർത്താവ് യേശു ക്രിസ്തു ആദാമിൽ ചെയ്ത പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രശ്ന പരിഹാരവും അതേ വാക്യങ്ങളിലുണ്ട്. 15-ാം വാക്യത്തിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും. ഏകൻ്റെ ലംഘനത്താൽ പാപം, മരണം, വാഴ്ച എല്ലാം സംഭവിച്ചു. അത് എല്ലാവരിലേക്കും പടർന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ശിഷ്ടന്മാരെ കാണാൻ സാധിക്കാത്തത്. എല്ലാവരും ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമുക്ക് നീതി, ന്യായം, തുല്യത എല്ലാം ലഭിക്കാത്തത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ ബന്ധങ്ങളിലോ നമുക്ക് നീതി, ന്യായം, സമത്വം ഇല്ലാതെ പോയിരിക്കുക. കാരണം എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ അത് ഏകൻ്റെ പാപത്താലാണ്. അത് ആദാമിൻ്റെ മക്കളായി നമ്മൾ ജനിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനിച്ചാൽ മാത്രമേ നമുക്ക് നീതി, ന്യായം, തുല്യത, ഇക്വിറ്റി എന്ന് പറയും, നമുക്ക് ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും ജനിച്ചവരുടെ മധ്യത്തിൽ മാത്രം ലഭിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഞാൻ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ 15-ാം വാക്യത്തിൽ ദൈവകൃപയെ ഏകമനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനം. 16-ാം വാക്യത്തിൽ അനേക പാപങ്ങളെ മോചിക്കുന്ന നീതീകരണം. അതൊക്കെയാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 17-ാം വാക്യത്തിൽ ഏകനിമിത്തം ജീവനിൽ വാഴും. ആദാമിൽ നാം മരണത്തിൽ വാഴുന്നു ക്രിസ്തു. അതുകൊണ്ട് ഈ ഒരു മാറ്റം, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു അന്ധകാരത്തിൽ നിന്ന് അത്ഭുത വെളിച്ചത്തിലേക്ക്, ദുഷ്ടനിൽ നിന്ന് ശിഷ്ടനിലേക്ക്, ആദാമിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്താലുള്ള മാറ്റം, ഒരു വീണ്ടും ജനനം, അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ 18-ാം വാക്യത്തിൽ ഏകൻ്റെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. എന്നാൽ ഇത് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ആദാമിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് പ്രശ്നം വന്നിരിക്കുന്നത്. സകല മനുഷ്യർക്കും മരണം കടന്നു, നമ്മൾ പാപികളായി തീർന്നു, സകല മനുഷ്യരും പാപികളായി തീർന്നു. ആദാമിൻ്റെ പാപം നിമിത്തമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ എല്ലാവർക്കും നീതീകരണം. അതുകൊണ്ട് ഇത് സംഭവിച്ച കാര്യമായിട്ട് പഠിപ്പിക്കുന്ന ചില സഭകളുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. എന്നാൽ അത് വിശ്വാസത്താലാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് വേദപുസ്തകം പറയുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട നീതീകരണത്തിന്, വിശ്വാസത്താലുള്ള നീതീകരണം അത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വിശ്വാസം നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഏകൻ്റെ ഏകനീതിയാൽ സകല മനുഷ്യർക്ക് ജീവകാരണം നീതി കാരണം വന്നു.
ഏകൻ്റെ 19 വാക്യം, ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എല്ലാം വിശ്വാസത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, മനുഷ്യൻ്റെ പ്രവൃത്തിയാലല്ല. ഒരു പാപിക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? പാപം ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ പാപികൾ നന്മ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്. എത്രയോ പേരുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതൊന്നും ദൈവസന്നിധിയിൽ വില പോകുന്ന കാര്യങ്ങളല്ല. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ കൊർണോലിയസിൻ്റെ കാര്യം പറയുന്ന പോലെ നിൻ്റെ നന്മ പ്രവൃത്തികളും നിൻ്റെ ദാനവും നിൻ്റെ കാര്യങ്ങളും എല്ലാം കണക്കെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ പത്രോസിനെ അയക്കുകയാണ്, സുവിശേഷമായിട്ട് അയക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നല്ലതായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുവിശേഷം കേൾക്കാനും രക്ഷിക്കപ്പെടാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് സംശയമില്ല. എന്നാൽ ദുഷ്ടന്മാർക്കും അതേ സുവിശേഷം ലഭിക്കും. അവർ വിശ്വസിച്ച് അവർ രക്ഷപ്രാപിക്കും. ശിഷ്യന്മാരാണെങ്കിലും അവർ വിശ്വസിച്ച് നീതീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അങ്ങനെ 19 വാക്യം, ഏകൻ്റെ അനുസരണം അനേകർ നീതിമാന്മാരായി തീരും. 21 വാക്യം, കൃപ നിത്യജീവനായി വാഴും. ഇതിന് കർത്താവ് യേശു ക്രിസ്തുവിൽ നമുക്ക് ദൈവം കൃപയിൽ, ദൈവകൃപയിൽ ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപാദാനം വഴി നമുക്ക് ലഭിക്കുന്നത് അവൻ്റെ അനുസരണം, അവൻ്റെ പാപരഹിതമായ ജീവിതം. നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തു ജനനത്തിൽ പാപരഹിതനായിരുന്നു, ജീവിതത്തിൽ പാപരഹിതനായിരുന്നു, മരണത്തിൽ പാപരഹിതനായിരുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് മൂന്നാമത്തെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പാപരഹിതനായ ഈ യേശു ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞതിൻ്റെ സാരം ഇപ്രകാരമായിട്ട് ഞാൻ സംക്ഷേപിക്കാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷ സൗജന്യമാണ്. രക്ഷ കൃപയാൽ സൗജന്യമാണ്, ദൈവകൃപയാൽ സൗജന്യമാണ്. രക്ഷ ദൈവകൃപയാൽ യേശുക്രിസ്തുവിൽ സൗജന്യമാണ്. വിശ്വാസത്താൽ രക്ഷ, നീതീകരണം ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനമാണ്. അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിൾ കാര്യമാണ്. എന്നാൽ എബ്രായ ലേഖനം വായിക്കുമ്പോഴും മറ്റുള്ള ലേഖനമൊക്കെ വായിക്കുമ്പോഴും നമ്മുടെ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള, നീതീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ജീവിതത്തെ നമ്മൾ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നു, ആത്മീയ ജീവിതം എന്ന് പറയുന്നു. അത് ആത്മാവിലുള്ള നടപ്പാണ്, ആത്മാവിലുള്ള ജീവിതമാണ്. അത് വളരെ ദുഷ്കരമാണ്. കാരണം നമ്മൾ ഈ പാപികളുടെ മധ്യത്തിൽ, മരണവിധേയരായവരുടെ മധ്യത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വരും. നമ്മൾ ആരാണെന്ന് അവർക്ക് അറിയത്തില്ല, ദൈവത്തെ അറിയത്തില്ല, ക്രിസ്തുവിനെ അറിയത്തില്ല, ദൈവവചനം അറിയത്തില്ല. ഇതറിയാത്തവർ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വളരെ അപരിചിതരായ പോലെ നമ്മളെ അവിടെ യാതൊരു ദാക്ഷിണ്യം കാണിക്കാൻ നമ്മൾ പെരുമാറും. അതുകൊണ്ട് വളരെ ദുഷ്കരമായൊരു കാര്യമാണ് ആത്മീയ ജീവിതം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് ഈ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം നമ്മൾ കാക്കാനും സൂക്ഷിക്കാനും അതിന് ജീവിക്കുവാനും അതിൽ നിന്ന് നന്മ നേടാനും പ്രതിഫലങ്ങൾക്ക് വേണ്ടി പ്രത്യാശിക്കുവാനും നമുക്ക് വകയുണ്ട്. ഈ വചനങ്ങളെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചാലും, അങ്ങനെ വിശ്വസിച്ച നമുക്ക് വിശ്വാസ ജീവിതം കരുതലോടെ ആയിരിക്കേണ്ടതും ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഗാംഭീര്യമുള്ള അവിടുത്തെ വചനം, ഗാംഭീര്യമുള്ള അവിടുത്തെ രക്ഷ, അത് ഗണ്യമാക്കി അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വിശ്വാസമായി പരിണമിച്ച് ആ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കണമേ. നന്മ നിറയ്ക്കണമേ, അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.